ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മധുരം മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ചലനചിത്രം എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചലനചിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ചലിക്കുന്ന ചിത്രം അല്ലേ? ഇതൊരു ഷോർട്ട് ഫിലിമാണ്. മീനും ഞാനും എന്ന പേരുള്ള. എൻ്റെ ഇംഗ്ലീഷ് ദ ഫിഷ് ആൻഡ് ഐ എന്ന ഇംഗ്ലീഷ് ഫിലിം ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ ഒരു മലയാളം വേർഷനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദൃശ്യരേഖയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം എന്താണെന്ന് നോക്കാം. ചലനചിത്രം. ചിത്രങ്ങളും ഫോട്ടോകളും കാഴ്ചയുടെ ജീവിതത്തിൻ്റെ ഒരു മാത്രയെ മാത്രം പകർത്തി വയ്ക്കുന്നവയാണ്. എന്നാൽ കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്തി അവ നാം നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവം നൽകുന്ന കലാരൂപമാണ് ചലച്ചിത്രം അഥവാ സിനിമ. ചലച്ചിത്രങ്ങൾ ചലിക്കുന്ന ചിത്രങ്ങളാണ്. അവ സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളുമാണ്. ക്യാമറയുടെ കല എന്നും സിനിമയെ വിശേഷിപ്പിക്കാം. സിനിമ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉൾച്ചേർന്ന് വളരുന്നു. കുഞ്ഞു മീനുകളെ ആർക്കാണ് ഇഷ്ടമാവാത്തത്? അക്വേറിയം എന്ന് നമ്മൾ വിളിക്കുന്ന ചില്ലുപാത്രങ്ങളിൽ സദാസമയം കുമിളകൾ ഉയരുന്ന വെള്ളത്തിൽ പല വർണ്ണങ്ങളിൽ നീന്തിത്തുടിക്കുന്ന കുഞ്ഞു മീനുകൾ നമ്മുടെ കണ്ണും കരളും കവരുന്നു. അപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത്? ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ എന്താണ്? ഒരു നിമിഷത്തെ മാത്രം പകർത്തി വെക്കുന്നു. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഒരു പൂമ്പാറ്റൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ പൂമ്പാറ്റ എന്താണ്? ആ ചെടീൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ, ആ ഒരു നിമിഷത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാൽ വീഡിയോ അല്ലെങ്കിൽ ചലച്ചിത്രമൊക്കെ ആണെങ്കിൽ, ചലിക്കുന്ന ചിത്രമാണെങ്കിൽ ആ പൂമ്പാറ്റ പറന്ന് വന്ന് പൂവിലിരിക്കുന്ന ആ ഒരു പറക്കലിൻ്റെ രീതിയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? പിന്നെയോ, കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും ചേർത്ത് നമുക്ക് നേരിട്ട് കാണുന്ന പോലുള്ള ഒരു അനുഭവമാണ് എന്ത് നൽകുന്നത്? ഈ ചലച്ചിത്രം നൽകുന്നത്. ഇതെന്താണ്? ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്യാമറയുടെ കല എന്ന് വിളിക്കുന്നു. പിന്നെന്താണ്? കാലം മാറുന്നതിനനുസരിച്ച് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ? പണ്ടത്തെ സിനിമ പോലെയാണോ ഇപ്പോഴത്തെ സിനിമ? ഒരിക്കലും അല്ലല്ലേ. പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പം എന്തായി? കളറായി. പിന്നെ ക്യാമറ ഉപകരണങ്ങൾ, ആംഗിൾ, ഷോട്ട് അതൊക്കെ മാറിയില്ലേ? പിന്നെ അവതരണ രീതി എല്ലാം മാറിയില്ലേ? ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെന്താ പറയുന്നത്? കുഞ്ഞുമീനുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് മീനുകളെ ഇഷ്ടമാണോ? മീനുകളെ വളർത്തിയിട്ടുണ്ടോ? മീനുകൾ നമ്മൾ എവിടെയാണ് വളർത്തുക? അക്വേറിയത്തിലാല വളർത്തുക. അക്വേറിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഗ്ലാസ് കൊണ്ടാണ് അക്വേറിയം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ പ്രത്യേകത? താഴെ വീണ് പോയാൽ അത് പൊട്ടും അല്ലേ? അക്വേറിയം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ, ഗ്ലാസ് കൊണ്ടുള്ളതായതുകൊണ്ട് തന്നെ താഴെ വീണാൽ പൊട്ടിപ്പോവും. അതാണ് അക്വേറിയം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു കണ്ണ് കാണാത്ത ആളാണ് ഒരു അക്വേറിയത്തിൽ മീൻ വളർത്തുന്നതെങ്കിലോ എന്തായിരിക്കും? വളരെ പ്രയാസമായിരിക്കുമല്ലോ. ഒരു ചെറിയ അശ്രദ്ധ വന്നാൽ തന്നെ എന്താവും? അത് താഴെ വീണ് പൊട്ടും. ആ മീൻ എന്ത് പോവും? ചത്തു പോവും അല്ലേ? അല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മീനും ഞാനും എന്ന സിനിമയിലെ ഹ്രസ്വചിത്രത്തിലെ എന്താണ് പറയുന്നത്? ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യനും അവൻ്റെ ചെറിയ മീനും തമ്മിലുള്ള ഒരു ഹൃദയസ്പർശിയായ കഥയാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയിൽ പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ സിനിമയിൽ സംഭാഷണങ്ങൾ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ആ ഹ്രസ്വചിത്രത്തിന്റെ ദൃശ്യരേഖയിലേക്ക് കടന്നാലോ? നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ ഫിഷ് ആൻഡ് ഐ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടുക, ഷോർട്ട് ഫിലിം കിട്ടുക. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ദൃശ്യരേഖയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു ഫോട്ടോ അതിന് മുമ്പ് ഞാൻ കാണിച്ചത്. ഒരു കണ്ടോ? നിങ്ങൾ ഫോട്ടോ കണ്ടോ? ഒരാളെന്താണ്, ഇയാളെ കണ്ടാലേ അറിയാം എന്താണ്, ഒരു കണ്ണ് കാണാത്ത ഒരാളാണല്ലേ? കണ്ടാൽ തപ്പി പിടിച്ചൊക്കെ നിൽക്കുന്ന. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഒരു അടുക്കള, ഒരു കിച്ചണാണ്. അവിടെ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അയാളിങ്ങനെ എന്താണ്, കയ്യിൽ കപ്പും പിന്നെന്താണ്, മീൻ കണ്ടോ? പാത്രത്തിൽ മീനുണ്ട്, വെള്ളത്തിൽ മീനുണ്ട്. വെള്ളത്തിലേക്ക് അപ്പോൾ അതിൻ്റെ അടുത്ത് അയാൾ നിൽക്കുകയാണ്. ഇതാണ് ആ ഷോർട്ട് ഫിലിമിലെ ഒരു സീനാണ് ഇത്. ഓക്കെ, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ഇമേജ് വന്നല്ലോ. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മൾ ഈ ദൃശ്യരേഖ വായിക്കുമ്പോൾ നിങ്ങളത് മനസ്സിൽ കണ്ടിട്ട് വേണം എല്ലാം എന്ത് ചെയ്യാനും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് വെക്കണം. ഇതാണ് സീന്. ഇത് കറക്റ്റ് ആ ഫിലിമിലെ സീനാണ്. അയാളാണ് കണ്ണ് കാണാത്ത ആൾ. അയാൾ എന്ത് ചെയ്യണം? മീനിൻ്റെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ? ഒരു കപ്പിൽ വെള്ളമായിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഹ്രസ്വചിത്രത്തിൻ്റെ ദൃശ്യരേഖ ഒന്ന് നോക്കാം.
മീനും ഞാനും ഇറാനിയൻ സംവിധായകനായ ബാബക് ഹബീബിഫർ സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖയാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സീൻ 1 നിങ്ങൾക്കറിയാലോ നമ്മൾ ദൃശ്യരേഖ എഴുതുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സീനുകളായിട്ടാണ് തരംതിരിച്ചിട്ട് എഴുതുക. അപ്പോൾ ഫസ്റ്റ് സീനിൽ എന്താ കാണിക്കുന്നത്? പകൽ സമയത്താണ്. വീടിനകത്ത് അടുക്കള വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന അടുക്കളയിലെ തട്ടിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു അലങ്കാര ചെടിയും ഒരു കണ്ണാടിയും കാണാം. വശത്തായി വെച്ചിരിക്കുന്ന ചില്ലു പാത്രത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യം നീന്തി തുടിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന ഒരു അടുക്കളയാണ്. പകൽ സമയമാണ്. വീടിനകത്തുള്ള ഒരു അടുക്കള. അതിലെന്താണ് വൃത്തിയായിട്ട് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണ സാധനങ്ങളുണ്ട്. അലങ്കാര ചെടിയുണ്ട്. പിന്നെന്താണ് ഒരു ചില്ല് പാത്രം, ഒരു കുഞ്ഞു ചെറിയ മത്സ്യം നീന്തി കളിക്കുന്നുണ്ട്. രണ്ടാമത്തെ സീനിലെന്താ? മത്സ്യത്തെ ഇട്ടിരിക്കുന്ന പാത്രത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ട്. ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നിട്ട് ആ മത്സ്യത്തിൻ്റെ പാത്രത്തിൻ്റെ അടുത്തേക്ക് ക്യാമറ കൊണ്ടുവച്ചിട്ടാണ് അടുത്ത ഷോട്ട് കാണിക്കുന്നത്. സീൻ 3 സ്റ്റൗവിൽ വച്ചിരിക്കുന്ന കെറ്റിലിൽ നിന്ന് ഒരു മനുഷ്യൻ ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുന്നു. അംഗവിക്ഷേപങ്ങളിൽ നിന്ന് അയാൾ കാഴ്ച പരിമിതിയുള്ള ഒരാളെന്ന് മനസ്സിലാകും. മൂന്നാമത്തെ സീനിൽ എന്താ കാണിക്കുന്നത്? ഒരാൾ, കണ്ണ് കാണാത്ത ഒരാൾ എന്താണ് ഒരു ഗ്ലാസ്സിലേക്ക് കാപ്പി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഈ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കണ്ണ് കാണാത്ത ഒരാളാണെന്ന്. നാലാമത്തെ സീനിൽ എന്താ പറയുന്നത്? അദ്ദേഹം ചാരി നിന്ന് കാപ്പി കുടിക്കുന്നു. മീനിനെ നിക്ഷേപിച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിൻ്റെ താഴെ ക്യാമറ ചേർത്ത് വെച്ചാണ് ചിത്രീകരണം. ഓരോ ഷോട്ട് എങ്ങനെ ചിത്രീകരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ആ അക്വേറിയത്തിന് താഴെയാണ് ഇപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് സീന് എടുക്കുന്നത്. പാത്രത്തിലെ മീൻ ചലിക്കുന്നത് കാണാം. പാത്രത്തിനും വെള്ളത്തിനും അപ്പുറം അയാൾ കാപ്പി കുടിക്കുന്നത് തുടരുന്നു. പാത്രത്തിലെ മീൻ ചലിക്കുന്നത് കാണാം. അദ്ദേഹത്തിൻ്റെ നിൽപ്പ് വലതുഭാഗത്ത് നിന്ന് കാപ്പി കുടിക്കുന്ന ദൃശ്യം വീണ്ടും. അങ്ങനെ ക്യാമറ ഓരോ ആംഗിളിലും വെച്ചിട്ട് ഈ സീൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സീൻ 5 എന്താ പറയുന്നത്? അദ്ദേഹം അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്നും ഒരു ജഗ്ഗിലേക്ക് വെള്ളമെടുക്കുന്നു. മീഡിയം ഷോട്ട്. കാഴ്ചശക്തി പൂർണ്ണമായി ഇല്ലാത്ത ഒരാളെന്ന് ഈ ഷോട്ടിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് അടുക്കളയിലെ പൈപ്പിൽ നിന്ന് വെള്ളം ഒരു ജഗ്ഗിലേക്ക് എടുക്കുന്ന സീനാണ് അടുത്തതായിട്ട് കാണിക്കുന്നത്. ആ സീൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾക്ക് ഒട്ടും കാഴ്ചശക്തി ഇല്ലെന്ന്. സീൻ 6 അദ്ദേഹം തിരിഞ്ഞ് മീൻ നിക്ഷേപിച്ചിരിക്കുന്ന പാത്രത്തിന് സമീപമുള്ള അലങ്കാര ചെടിക്ക് നേരത്തെ ശേഖരിച്ച പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. അലങ്കാര ചെടിക്ക് അദ്ദേഹം എന്താണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് കാണുന്നത്. കൃത്യമായി ചെടിയിൽ വീഴാൻ അദ്ദേഹം തൻ്റെ ഇടതു കൈ വിരലുകളിലൂടെയാണ് വെള്ളം അയക്കുന്നത്. ഇത് ക്ലോസപ്പ് ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളം എത്ര വീഴുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി അയാൾ കൈയും കൂടെ വെച്ചിട്ട് വെള്ളം അളന്നിട്ടൊക്കെയാണ് ഒഴിക്കുന്നത്. അത് ഏത് ഷോട്ടിലാണ്? ക്ലോസപ്പ് ഷോട്ട്. വളരെ അടുത്ത് നിന്നാണ് എടുത്തിരിക്കുന്നത്. ശേഷം തിരിഞ്ഞു നിന്ന് വെള്ളം ഒഴിക്കുന്നത് തുടരുന്നു. അടുത്ത മുറിയിൽ കേൾക്കുന്ന ഫോൺ ശബ്ദത്തോടെ സീൻ അവസാനിക്കുന്നു. ഫോൺ ശബ്ദം കേട്ട് അയാൾ പെട്ടെന്ന് തിരിയുമ്പോൾ അറിയാതെ വെള്ളം ഒഴിച്ചുകൊണ്ട് പാത്രം തട്ടി മീനിനെ ഇട്ടിരിക്കുന്ന ചില്ല് പാത്രം താഴേക്ക് വീഴുന്നു. മീഡിയം ക്ലോസ്ഡ്. അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഒരു ഫോണിൻ്റെ ശബ്ദം കേൾക്കുന്നതോടുകൂടി പെട്ടെന്ന് അയാൾ തിരിയാണ്. കാരണം കണ്ണ് കാണാത്ത ഒരാൾ പെട്ടെന്നൊരു റിയാക്ഷൻ വന്നപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ജഗ്ഗ് തട്ടിയിട്ട് മീനിട്ടിരിക്കുന്ന പാത്രം താഴെ വീഴുന്നു. സ്വാഭാവികമായി എന്ത് സംഭവിക്കും മക്കളെ? ആ പാത്രം പൊട്ടുമല്ലേ? സീൻ 7 ചില്ലുപാത്രം താഴേക്ക് വീണുടയുന്നു. ഹൈ ആംഗിൾ ഷോട്ട്. ആ മനുഷ്യൻ്റെ മുഖം ക്ലോസപ്പ് ഷോട്ട്. പാത്രം വീണുടഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ശബ്ദത്തിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ചില്ലുപാത്രം താഴേക്ക് വീഴുന്നത്? ക്യാമറ എങ്ങനെ ഹൈ ആംഗിൾ എന്ന് പറഞ്ഞാൽ മേലെ നിന്ന് താഴോട്ട് എടുക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ക്ലോസപ്പ് ഷോട്ട്. വളരെ മുഖഭാഗമൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വളരെ അടുത്തുനിന്ന് എടുക്കുകയാണ്. പിന്നെ ആ പാത്രം വീണ് ഉടഞ്ഞു പൊട്ടിയെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് എങ്ങനെ? സൗണ്ട് കേൾക്കുമ്പോഴാണ് അല്ലേ? താഴെ വീണ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. മീനിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അദ്ദേഹം ശകിതഭാവത്തിൽ നിന്ന് വ്യക്തം. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണ് മീനിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് നമുക്ക് മനസ്സിലാവും. സീൻ 8 എന്താ പറയുന്നത് മക്കളെ? പാത്രം പൊട്ടി നിലത്തു വീണ് പിടയുന്ന മീനിൻ്റെ ദൃശ്യവും അദ്ദേഹത്തിൻ്റെ ആശങ്ക നിറഞ്ഞ മുഖവും ചിത്രീകരിക്കുന്ന ഷോട്ടുകൾ ഈ സീനിൽ ഇടകലർന്ന് സന്നിവേശിപ്പിച്ചിരിക്കുന്നു. മീൻ പിടയുന്ന ദൃശ്യത്തിനോടൊപ്പം പശ്ചാത്തലത്തിൽ ഫോണിൻ്റെ ശബ്ദം ഒരു ആംബുലൻസ് സൈറൻ എന്ന പോലെ തുടരുന്നു. സീൻ 8 എന്താ പറയുന്നത് മക്കളെ? പാത്രം പൊട്ടി വീണല്ലേ. പിന്നെന്താണ് മീൻ അവിടെ ഇങ്ങനെ പിടയാണല്ലേ. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? വെള്ളം ഇല്ലെങ്കിൽ മീൻ മരിച്ചു പോകില്ലേ? ഓക്കെ. പിന്നെന്താണ് ഫോണിൻ്റെ ശബ്ദവും നമുക്ക് അവിടെ കേൾക്കാൻ വേണ്ടി പറ്റും.
സീൻ 9 ഹൈ ആംഗിൾ ഷോട്ട്. അയാൾ നിലത്തിരുന്ന് മീനിന് വേണ്ടി തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലുകഷ്ണങ്ങൾക്കിടയിലൂടെ പരതുന്നു. എന്താണ്, പാത്രം മൊത്തമായിട്ട് പൊട്ടി തകർന്ന് ഒരുപാട് ചില്ലുകഷ്ണങ്ങളായി. അതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്താണ് മീനിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൈകൊണ്ട് തെരയാണ്, കാരണം കണ്ണ് കാണാത്ത ആളാണല്ലേ. ഹൈ ആംഗിൾ ഷോട്ടിലാണ് അത് എടുത്തിരിക്കുന്നത്, അതായത് ക്യാമറ മുകളിൽ വെച്ചിട്ട് താഴോട്ട് എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. തുടരുന്ന ഫോൺ ശബ്ദം. ഒരു ഫോൺ റിങ് ചെയ്തു തീരുന്ന സമയത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്ന സമയക്രമം കൂടി അവിടെ സൂചിപ്പിക്കുന്നു. ജീവന് വേണ്ടി പിടയുന്ന മീൻകുഞ്ഞിൻ്റെ ഒരു ക്ലോസപ്പ് ഷോട്ടോടെ കാണിക്കുന്നുണ്ട്. എന്താണ് ഈ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എന്താണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? ഒരു ഫോൺ റിങ് ചെയ്ത് കഴിഞ്ഞ, ഒരു ഫോൺ എത്ര സമയം റിങ് ചെയ്യും മക്കളെ? ഒരു എത്ര സെക്കൻഡാ? കുറച്ച് സെക്കൻഡുകൾ മാത്രമല്ല റിങ് ചെയ്യുള്ളൂ. ഒരു ഏകദേശം കൂടിപ്പോയാൽ ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റിൽ താഴെ, ഒരു അര മിനിറ്റ് എന്ന് നമ്മൾ പറയില്ലേ, അര മിനിറ്റൊക്കെ ഫോൺ റിങ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിലാണ് എന്തൊക്കെ സംഭവിക്കുന്നത്? ഈ പാത്രം വീഴുന്ന, പൊട്ടുന്ന, മീൻ അവിടെ ഇങ്ങനെ എന്താണ് ജീവന് വേണ്ടി പിടയുന്ന, ഇയാൾ മീനിന് വേണ്ടി തിരയുന്നതൊക്കെ ഈ 30 സെക്കൻഡിനുള്ളിലാണ് നടക്കുന്നത്. സീൻ 10 താഴെ വീണ മീനിന് വേണ്ടി പരതുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അത് നിർത്തി മറ്റെന്തോ തിരയുന്നു. അതെന്താണ് മീനിന് വേണ്ടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് അത് നിർത്തിയിട്ട് പിന്നെ വേറെ എന്തോ തിരയാൻ തുടങ്ങുകയാണ്. ക്യാമറ തറയോട് ചേർത്ത് വെച്ച് എടുത്ത ഷോട്ടാണ് അവിടെ കാണിക്കുന്നത്. അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിന്റെ ദൂരം അദ്ദേഹം തറയിൽ കൈകൊണ്ട് കരുതി കണ്ടുപിടിക്കുന്നു. ക്ലോസപ്പ് ഷോട്ട്. അദ്ദേഹത്തിന്റെ വ്യഗ്രതയാർന്ന മുഖം. ക്ലോസപ്പ് ഷോട്ട്. അദ്ദേഹം പിന്നെ എന്താ തിരഞ്ഞുകൊണ്ടിരുന്നത്? ഈ അടുക്കളയിലൊക്കെ, അവരുടെയൊക്കെ അടുക്കളയിൽ എന്തുണ്ട്, ഒരു വെള്ളം പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഉണ്ടാവില്ല, അവർ ക്ലീനിങ്ങിന് വേണ്ടി ഇടുന്നതാണ്. അടുക്കളയിൽ ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ട് തറയിൽ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോൾ എവിടാന്ന് ഇയാൾ കൈകൊണ്ട് പരതി കണ്ടുപിടിക്കുകയാണ്. സീൻ 11 അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ മേൽക്കുപ്പായം തിടുക്കത്തിൽ അഴിച്ച് വെള്ളം പുറത്തേക്ക് പോകുന്ന ആ പൈപ്പിൻ്റെ ദ്വാരം അടയ്ക്കുന്നു. 11ാമത്തെ സീനിൽ എന്താ പറയുന്നത്? അദ്ദേഹം എന്താണ്, മേൽക്കുപ്പായം മീൻസ് ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അതെടുത്തിട്ട് വേഗം അഴിച്ചിട്ട് എന്താണ് ആ വെള്ളം പുറത്തേക്ക് വന്ന പൈപ്പിൻ്റെ ആ ദ്വാരം അടയ്ക്കുകയാണ് അത് വെച്ചിട്ട്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? അതാകുമ്പോൾ പിന്നെ വെള്ളം പുറത്തേക്ക് പോകില്ലല്ലോ. പിന്നെ സീൻ 12 പാത്രം കഴുകുന്ന സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അയാൾ തുടർച്ചയായി തറയിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് അടുത്ത സീൻ. പാത്രത്തിനൊപ്പം മുകളിലേക്കും താഴേക്കുമായി ക്യാമറ ചലിക്കുന്നും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇയാൾ വെള്ളം പൈപ്പിനടുത്ത് താഴോട്ട് ഒഴിക്കുമ്പോൾ അതിനനുസരിച്ച് ക്യാമറ മുകളിലേക്കും താഴോട്ടൊക്കെ കൊണ്ടുപോയിട്ടാണ് ആ സീന് എടുത്തിരിക്കുന്നത്. സീൻ 13 അദ്ദേഹം 1 ഇഞ്ചോളം വെള്ളം നിറഞ്ഞ തറയിലിരുന്ന് നിലത്ത് വീണ മീൻകുഞ്ഞിനെ തിരയുന്നു. ടാപ്പിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ. ക്ലോസപ്പ് ഷോട്ട്. അങ്ങനെ ഈ വെള്ളം 1 ഇഞ്ചോളം നിറച്ചിട്ട് ഈ തറയിലേക്ക് ഒഴിച്ച് നിറച്ചാൽ എന്തിനാ മക്കളെ? ഈ മീൻ ചത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഹോൾ അടച്ചിട്ടുണ്ട്. വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ എന്താണ്, അടുക്കളയിൽ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞാലേ നമ്മുടെ മീൻ ജീവനോടെ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ സീൻ 14 മത്സ്യക്കുഞ്ഞിനെ കണ്ടെത്താനാവാതെ നിരാശനായി പരതുന്ന ശ്രമം ഉപേക്ഷിച്ചതുപോലെ അദ്ദേഹം നിലത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം. ക്ലോസപ്പ് ഷോട്ട്. പിയാനോ സംഗീതം ആരംഭിക്കുന്നു. 14ാമത്തെ സീനിൽ പറയുന്നത് എന്താണ്, അദ്ദേഹം ഇങ്ങനെ മീൻകുഞ്ഞിനെ ഒരുപാട് തവണ പരതി, എന്നിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്താണ്, ആ ശ്രമം ഉപേക്ഷിച്ചതുപോലെ, ഇനി പരതുന്നില്ല എന്നുള്ളതുപോലെ അദ്ദേഹം ഇങ്ങനെ നിലത്തിരിക്കുന്ന ഒരു ഷോട്ടാണ് അടുത്തത്. പിന്നെ എന്താണ്, പിയാനോ സംഗീതം. ഒരു ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഗീതം കേൾക്കുന്നുണ്ട്. സീൻ 15 ലോ ആംഗിൾ ഷോട്ട്. അദ്ദേഹത്തിന്റെ കൈകളുടെ ക്ലോസപ്പ് ദൃശ്യം. അദ്ദേഹത്തിന്റെ വിരലുകളിലേക്ക് ക്യാമറ അടുപ്പിച്ചിട്ടെടുത്ത ദൃശ്യമാണ്. എന്താണ് ദൃശ്യം? കമിഴ്ത്തി വെച്ചിരിക്കുന്ന കൈക്കുള്ളിലേക്ക് ആ മത്സ്യം നീന്തിയെത്തുന്നു, കൂട്ടിലേക്ക് എത്തുന്ന ഒരു ചെറു പക്ഷിയെപ്പോലെ. ഫേഡ് ഔട്ട്. ലാസ്റ്റ് എന്താ സംഭവിക്കുകയാണ്? അദ്ദേഹത്തിന്റെ കൈവിരലുകളിലുള്ളിലേക്ക് ആ കുഞ്ഞു മീൻ എന്താണ് നീന്തി എത്തുകയാണ്, കൂട്ടിലേക്ക് എത്തുന്ന ഒരു ചെറു പക്ഷി പോലെ. പക്ഷികൾ എന്തിനാ കൂട്ടിലെത്തുന്നത്? അവരുടെ വീടാണല്ലോ, അവരുടെ അഭയസ്ഥാനാണ്. അതുപോലെ എന്ത് ചെയ്യാണ്, ഈ കുഞ്ഞു മീൻ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ എന്താണ്, ലാസ്റ്റ് അദ്ദേഹത്തിന് ആ മീനിനെ കിട്ടുകയാണ്. ആ മീനിനെ ജീവനോടെ രക്ഷിക്കാൻ പറ്റുകയാണ്. ഫേഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഫിലിം കഴിയുമ്പോൾ ഇങ്ങനെ ഇരുട്ടിലേക്ക് പോലെ, അതാണ് ഫേഡ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താ കഥാന്ന്? ഒരു കണ്ണ് കാണാത്ത ആൾ എന്ത് ചെയ്യാണ്, മീനിനെ വളർത്തുന്നുണ്ട്. പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നപ്പം അദ്ദേഹത്തിൻ്റെ കൈ തട്ടി ആ പാത്രം വീണുടയാണ്, അക്വേറിയം വീണുടയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, വെള്ളം നിറച്ച് അടുക്കളയിൽ വെള്ളം നിറച്ചിട്ട് ആ മീനിനെ തപ്പിയെടുക്കുകയാണ് അല്ലേ. പരതുമ്പോൾ കിട്ടുന്നില്ല, ബട്ട് ആ മീൻ എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്, അങ്ങനെ മീനെ രക്ഷിക്കുകയാണ്. അതാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ പറയുന്നത്.
ഇനി കുറച്ച് ക്യാമറയുടെ ആംഗിൾ നോക്കാം. സിനിമയുടെ ദൃശ്യരേഖയിൽ ചില ഷോട്ടുകൾ പേരുകൾ നിങ്ങൾ വായിച്ചല്ലോ. അവയെ പരിചയപ്പെടാം. ഏതൊക്കെ ഷോട്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? വൈഡ് ഷോട്ട്. കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന രംഗം. ഇത് ഞാനൊരു ഫോട്ടോ ആക്കി കാണിച്ചു തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. വൈഡ് ഷോട്ട് കണ്ടോ? ഫോട്ടോ കാണുന്നില്ലേ? വൈഡ് ഷോട്ട് പറഞ്ഞാൽ എന്താ? കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന ദൃശ്യം. വൈഡ് ആയിട്ട് എടുക്കുമ്പോൾ ആ അടുക്കള മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫുൾ ഷോട്ട് ആണെങ്കിലോ സിനിമയിൽ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കുന്നതിന് ഉപയോഗിക്കുന്ന ദൃശ്യം. നമുക്കതാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ സ്ത്രീ എന്താണ് ഫുള്ളായിട്ട് ആ സ്ത്രീയുടെ രൂപം കാണാല്ലേ, അതിനെയാണ് നമ്മൾ ഫുൾ ഷോട്ട് എന്ന് പറയുന്നത്. മീഡിയം അല്ലെങ്കിൽ മിഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളെ ശരീരഭാഷ കൃത്യമായി കാണിക്കുന്നതിനായി വളരെ ദൂരെയല്ലാതെയും എന്നാൽ വളരെ അടുത്തല്ലാതെയും ചിത്രീകരിക്കുന്ന ദൃശ്യം. ഇതിൽ നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ എന്താ അവരുടെ മുഖം നമുക്ക് ശരിക്കും കാണുന്നുണ്ട്, മുഖത്ത് എന്തൊക്കെ ഭാഗങ്ങളാണ് കാണുന്നത്. പക്ഷെ എന്താണ് വളരെ അടുത്ത് പോയിട്ടാണ് അല്ല, എന്നാൽ വളരെ ദൂരെയാണോ അല്ല, അങ്ങനെ എടുക്കുന്നതാണ് മീഡിയം ഓർ മിഡ് ഷോട്ട്. ക്ലോസപ്പ് ഷോട്ട് കണ്ടോ? വസ്തുക്കളുടെയും കഥാപാത്രങ്ങളും വളരെ അടുത്തായി കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്താണ് ഹൈ ആംഗിൾ ഷോട്ട്. കണ്ടോ? കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും മുകളിൽ നിന്നും താഴേക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൈ ആംഗിൾ ഷോട്ട്. ഇത് മുകളിൽ നിന്നാണല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറയുടെ ഷോട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലാസ്റ്റ് ഒന്നുണ്ടല്ലേ, ഏതാണ്? ഏതാ മക്കളെ ലാസ്റ്റത്തെ ഏതാ? ഫെയ്ഡ് ഔട്ട്. ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദൃശ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് അവസാനിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഫെയ്ഡ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ഞാൻ കണ്ട സിനിമ. കാഴ്ച പരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ചു വളർത്തുന്ന ഒരു കുഞ്ഞു മീനും കഥാപാത്രങ്ങളായി കൊച്ചു സിനിമ നമ്മളോട് എന്തെല്ലാമാണ് പറയുന്നത്? സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ. കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ചെറിയ സിനിമയെന്ന് മനസ്സിലായതെന്നാണ് എഴുതേണ്ടത്. ഒരു കുറിപ്പായിട്ടാണ് എഴുതാൻ പോകുന്നത്. ഈ കുറിപ്പ് ഞാനൊരു 3 പാരഗ്രാഫായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു മോഡൽ വേർഷനാണ്. മീനും ഞാനും എന്ന ഹ്രസ്വ ചലച്ചിത്രം കാഴ്ചയില്ലാത്ത ഒരാളും അയാൾ വളർത്തുന്ന ഒരു കുഞ്ഞു മീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു സാധാരണ സംഭവത്തിലൂടെ വലിയൊരു സന്ദേശം പറയാൻ കഴിയുമെന്ന് ഈ സിനിമ തെളിയിക്കുന്നു. ഈ ചിത്രത്തിൽ സംഭാഷണങ്ങൾ ഒന്നുമില്ല, എന്നാൽ ക്യാമറയുടെ ഭാഷ, ക്ലോസപ്പ്, ഹൈ ആംഗിൾ, ലോ ആംഗിൾ, ഫേഡ് ഔട്ട് തുടങ്ങിയ ഷോട്ടുകൾ കഥയെ അതിശയകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. മീനിനെ രക്ഷിക്കാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളിലൂടെ സിനിമ കരുതൽ, ഉത്തരവാദിത്തം, സ്നേഹം എന്നിവയെ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഈ സിനിമ കണ്ടപ്പോൾ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്നേഹം ഒളിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലായി. ഒരാളുടെ ശാരീരിക പരിമിതികൾ അവന്റെ കരുതലിനെയും മനുഷ്യത്വത്തെയും തടസ്സപ്പെടുത്താനാവില്ലെന്നും സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കണം. അടുത്തത് എന്താണ്? സിനിമയ്ക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രചരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കും. നിങ്ങളുടെ സ്കൂളിൽ ഈ ഫിലിം എന്താണ് പ്രദർശിപ്പിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തലക്കെട്ട് ഒരു സിനിമ പ്രദർശനം എന്ന് കൊടുക്കുക, കുറച്ച് വലിയ ഫോണ്ടിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഗവൺമെൻറ് ഹൈസ്കൂൾ നിങ്ങളുടെ സ്കൂളിലെ പേര് എഴുതുക. അവിടെ സിനിമ ദ ഫിഷ് ആൻഡ് ഐ, സമയം എപ്പോഴാണെന്ന് പറയുക. ഉച്ചയ്ക്ക് 2 മണിയോ 1 മണിയോ എപ്പോഴാണ് സമയം അത് എഴുതുക. സ്ഥലം എവിടെയാണ് നടക്കുന്നത്? സ്കൂൾ ഓഡിറ്റോറിയം ആണോ അല്ലെങ്കിൽ ലൈബ്രറിയിലാണോ, എവിടെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മുറിയിൽ പ്രൊജക്ടർ വെച്ചിട്ടാണോ, അതൊക്കെ അറിയിക്കാം. പിന്നെ താഴെ എല്ലാവർക്കും സ്വാഗതമെന്നും എഴുതണം. ഓക്കെ, അത്ര ആയിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ റെഡിയായി. പിന്നെ ലാസ്റ്റ് മക്കളെ പറയുന്നത് സിനിമ ചിത്രങ്ങളിലൂടെ സംഘങ്ങളായി തിരിഞ്ഞ് സിനിമയിലെ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കി സിനിമയിലുള്ളതുപോലെ ക്രമപ്പെടുത്താനാണ് പറയുന്നത്. നിങ്ങൾ ഓരോ ഗ്രൂപ്പായിട്ട് എന്താണ് സിനിമയിലെ ദൃശ്യങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ സിനിമ വായിച്ചപ്പോൾ തന്നെ എന്തൊക്കെ കണ്ടു? ഫസ്റ്റ് ഒരു അടുക്കള കണ്ടല്ലേ, പിന്നെ ഒരാൾ ചായ കുടിക്കുന്നത് കണ്ടു, ചായ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു, ചായ കുടിക്കുന്നു, പിന്നെ എന്താണ് ഒരു പാത്രത്തിൽ മീനിനെ കണ്ടു, ഫോൺ റിങ് എടുക്കുന്ന ഒരു ഇമേജ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതേപോലെ എന്താണ് കൈ തട്ടി പാത്രം വീഴുന്ന ഒരു ഇമേജ്, പാത്രം പൊട്ടി തകരുന്ന ഇമേജ്, പിന്നെ നിലത്ത് കിടന്ന് പിടയുന്ന ഫിഷ് അല്ലേ, നിലത്ത് കിടന്ന് പിടയുന്ന മീനിൻ്റെ ആ ചിത്രം, പിന്നെ ഇയാൾ മീനിനെ തിരയുന്നത്, പിന്നെ വെള്ളം, ആ എന്താണ് അടുക്കളയിലെ ആ ദ്വാരം ജാക്കറ്റ് ഊരി അടക്കുന്നത്, വെള്ളം കോരി ഒഴിക്കുന്നത്,
പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഒന്നും ആ മീനിനെ കിട്ടാതെ നിരാശനായിട്ടിരിക്കുന്നത്, പിന്നെ ലാസ്റ്റ് ആ മീന് നീന്തി അയാളുടെ കയ്യിലേക്ക് വരുന്നത്, ഇങ്ങനെ ഇത്രയും ചിത്രങ്ങളൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാം. ഇതൊക്കെ നിങ്ങൾ ഓരോ ഗ്രൂപ്പായിട്ട് ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ക്രമമായിട്ട് രേഖപ്പെടുത്താം. ഇത്രയാണ് ഇതിലെ ആക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ശരിക്കും ഫിലിമിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മീനും ഞാനും എന്ന ഈ ഹ്രസ്വചിത്രം എന്താണ്, വാക്കുകളില്ലാതെയും ഹൃദയം തൊടുന്ന ഒരു സന്ദേശമാണല്ലേ നമുക്ക് നൽകുന്നത്. കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ തൻ്റെ കുഞ്ഞു മീനിനെ രക്ഷിക്കാനായി നടത്തുന്ന പരിശ്രമത്തിലൂടെയാണ് ഈ ചിത്രം എന്താണ് സ്നേഹം, കരുതൽ, ഉത്തരവാദിത്തം, ആത്മവിശ്വാസം എന്നിവയെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പിന്നെന്താണ് ഈ സിനിമയുടെ അവസാനത്തിൽ എന്താണ്, മീൻ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് നീന്തിയെത്തുന്ന ദൃശ്യം പ്രതീക്ഷയുടെയും കരുണയുടെയും വിജയം പ്രതികരിക്കുന്നു അല്ലേ. പിന്നെന്താണ്, കരുണയുടെയും സ്നേഹത്തിൻ്റെയും ശക്തി പ്രതിസന്ധിയെ മറികടക്കാം എന്നൊരു സന്ദേശം കൂടി നമുക്ക് ഈ ഫിലിം നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ചാപ്റ്റർ കിട്ടാൻ വേണ്ടി കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.